രാവിലെ ഏതോ പള്ളിയിലെ സുബഹി നമസ്കാരം കേട്ടുകൊണ്ടായിരുന്നു സരയു ഉണർന്നത് തന്നെ. ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചം മാത്രമേ മുറിയിലുള്ളൂ. നല്ല ഉറക്കമാണ് മിഥുൻ. അവൾ നോക്കിയപ്പോൾ അവൻ ഉറങ്ങട്ടെ എന്ന് കരുതി ബാത്റൂമിലേക്ക് കയറി മുഖമൊന്ന് കഴുകി സരയു. തിരിച്ചിറങ്ങിയപ്പോൾ തന്റെ കാലൊച്ച കേട്ടാവാം മിഥുൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിരുന്നു. താൻ ഇത്ര നേരത്തെ ഉണരുമോ? ഉറക്കത്തിന്റെ ആലസ്യത്തോടെ അവൻ ചോദിച്ചു. ശീലമാണ് സർ, സാറ് കിടന്നോളൂ. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. എനിക്ക് ഉറക്കം പോയി, അതുകൊണ്ടാ. മിഥുൻ എഴുന്നേറ്റിരുന്ന് കൈയൊന്ന് വിടർത്തി. എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. മടിയോടെ അവൾ പറഞ്ഞു. ഞാനത് ഓർത്തുമില്ല. തനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങാം. വാങ്ങി വെക്കണം എന്ന് കരുതിയതാ, പക്ഷെ തിരക്കിനിടെ മറന്നുപോയി. ക്ഷമാപണം പോലെയാണ് അവൻ പറഞ്ഞത്. പെട്ടെന്നാണ് അവൻ മറ്റൊരു കാര്യം ഓർത്തത്. ഒരു വഴിയുണ്ട്. അത് പറഞ്ഞ് ലൈറ്റ് ഇട്ടതിന് ശേഷം അലമാര തുറന്നു. ഏറ്റവും മുകളിലെ തട്ടിലായി ഭദ്രമായി വച്ചിരിക്കുന്ന ഒരു ബാഗ് എടുത്തു. പലവട്ടം ശിഖയ്ക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയതാണതെല്ലാം. എല്ലാം വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയതാണ്. അതെടുത്ത് ബെഡിലേക്ക് വെച്ചു. ഇതിലേതെങ്കിലും തനിക്ക് പറ്റുമോ നോക്കിക്കേ. അവൾ അതൊക്കെ ഒന്ന് നോക്കി. എല്ലാം വില കൂടിയ വസ്ത്രങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. പക്ഷെ എല്ലാം സ്ലീവ്ലെസ് വസ്ത്രങ്ങളാണ്. അവൾക്ക് വല്ലായ്മ തോന്നി. നൂല് പോലെ കൈയുള്ള ടോപ്പുകൾ. ഒന്നും തോന്നല്ലേ സർ, എനിക്ക് പരിചയമില്ല ഇതൊന്നും ഇട്ട്. നിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയാണ് പറ്റില്ലെന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഇടാറില്ല. അല്പം മടിയോടെയാണ് പറഞ്ഞത്. എന്നാൽ ഏറ്റവും അടിയിലിരിക്കുന്ന ഒരു പർപ്പിൾ നിറത്തിലുള്ള ചുരിദാർ അവളുടെ കയ്യിൽ കെട്ടി. വലിയ വർക്കുകളൊന്നുമില്ലാത്ത, കഴുത്തിൽ മാത്രം മനോഹരമായ മുത്തുകളും കല്ലുകളും ഹാൻഡ് വർക്കും ചെയ്ത മനോഹരമായൊരു ഫുൾ സ്ലീവ് ചുരിദാർ. ഒരു പ്രത്യേകതരം തുണിയാണ്. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല വില കൂടിയതാണെന്ന്. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നത് മിഥുൻ കണ്ടിരുന്നു. ഇത് പറ്റുമെന്ന് തോന്നുന്നു സർ. എങ്കിൽ പിന്നെ അതെടുത്തോളൂ. അവൻ സമ്മതം നൽകി. ഒപ്പം ഒരു പുതിയ ടവലെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഫ്രഷായിട്ട് വാ, ഞാൻ ബാൽക്കണിയിലുണ്ടാവും. ഉത്സാഹത്തോടെ അവൾ അകത്തേക്ക് കയറി. ഒരിക്കൽ ബനാറസിൽ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് വളരെയധികം മോഹിച്ച് വാങ്ങിയതാണ് ആ ചുരിദാർ. അത് ശിഖയ്ക്ക് ഇഷ്ടമായില്ല. ഇഷ്ടമാകാത്തത് അവൾ ഉപയോഗിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് കൊടുത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ അവളെ കൊണ്ടത് നിർബന്ധിപ്പിച്ചാണെങ്കിലും ഇടിയിപ്പിക്കാമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണ്. ബനാറസിന്റെ ഓർമ്മയ്ക്കായി വാങ്ങിയതായിരുന്നു അത്. അവൻ്റെ മനസ്സിലേക്കും ചില ഓർമ്മകളൊക്കെ ഇരച്ചു കയറി. അല്ലെങ്കിലും ഓർമ്മകൾക്കൊരിക്കലും മരണമില്ലല്ലോ, അത് പുനർജനികളല്ലേ. മറന്നുവെന്ന് അഭിനയിക്കുകയല്ലാതെ ഒരിക്കലും ഓർമ്മകളെ മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകളെ. അതൊരു ചുഴിയാണ്. അകപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. കുറച്ചു സമയം മത്സ്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു. പുറത്ത് വെള്ളകീറി വരുന്നതേയുള്ളൂ. ആകാശത്ത് മായാൻ കൂട്ടാക്കാതെ ഒരു ഒറ്റ നക്ഷത്രം നിൽപ്പുണ്ട്. പകലോൻ മെല്ലെ വന്ന് എത്തി നോക്കി പോകുന്നു. എങ്കിലും ആ നക്ഷത്രം മായാൻ മടിച്ചു നിൽക്കുന്നു, തൻ്റെ ഓർമ്മകൾ പോലെ. ആ കാഴ്ചകളൊക്കെ അവന് പുതുമ നിറയ്ക്കുന്നതായിരുന്നു. എത്ര കാലമായി ഇങ്ങനെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നിട്ട്. മനസ്സിലെ വേദനകൾ തന്നെ അന്തർമുഖനാക്കി. ആ ഓർമ്മകൾ മറക്കാൻ വേണ്ടി ഇല്ലാത്ത തിരക്ക് അഭിനയിക്കുകയായിരുന്നു. ഡേറ്റ് ചോദിച്ചു വന്നവർക്കെല്ലാം ഡേറ്റ് നൽകി. എത്രയോ കഥകളില്ലാത്ത പടങ്ങളിൽ അഭിനയിച്ചു. അതെല്ലാം മനഃപൂർവ്വം തിരക്കുകൾക്ക് വേണ്ടിയായിരുന്നു. ഒറ്റയ്ക്കിരുന്നു പോയാൽ ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്നിൽ വന്നു ചേരും എന്നുള്ളൊരു ഭയം കൊണ്ട് ഓർമ്മകളിൽ ജീവിക്കുവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് കയറി വരുന്ന ഓർമ്മകളെ വഴിതിരിച്ചു വിടുക പതിവാണ്. ഓരോന്ന് ചിന്തിച്ച് ഏറെ കഴിഞ്ഞപ്പോഴേക്കും കുളി കഴിഞ്ഞ് സരയു ഇറങ്ങി. അവൾക്ക് ആ വേഷം നന്നായി ചേരുന്നുണ്ടെന്ന് അവന് തോന്നി. എത്ര ഭംഗിയായാണ് അവളത് അണിഞ്ഞത്. അതിട്ട് കാണാൻ ആഗ്രഹിച്ചതോ മറ്റൊരുവൾ. എന്നാൽ താൻ കാണുന്നത് വേറൊരുവളിൽ കൂടി. വിധി എന്തൊക്കെ കുസൃതികളാണ് കാട്ടുന്നത്. താഴേക്കിറങ്ങി പോകണ്ടേ? അവളൊരു പുഞ്ചിരിയോട് അടുത്ത് വന്ന് ചോദിച്ചു. നനഞ്ഞ ടവൽ മുടിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. അതിലിരിക്കാൻ വീർപ്പുമുട്ടി ചില അളകങ്ങൾ അവളുടെ മുഖത്തേക്ക് പാറിക്കിടക്കുന്നു. ഞാനും കൂടി വന്നിട്ട് ഒരുമിച്ച് പോയാൽ മതി കേട്ടോ, അവൻ പറഞ്ഞു. ശരി സർ. സരയു, ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ തമ്മിലുള്ളപ്പോഴും ഇങ്ങനെ സാറെന്ന് വിളിക്കേണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, ആരെങ്കിലും നിൽക്കുമ്പോൾ താൻ മറന്നുപോയി സാറെന്ന് വിളിക്കും. കേൾക്കുന്നവരെന്ത് വിചാരിക്കും? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ തന്നെ ഇപ്പോൾ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കരുതുന്നത്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും വീണ്ടും അങ്ങനെ വിളിക്കുന്നതെങ്കിൽ അതിനർത്ഥം. അയ്യോ, അങ്ങനെയല്ല. എനിക്കിപ്പോഴും ഒരു ബഹുമാനം. ഒരു വിളിയിലല്ലടോ ബഹുമാനമുള്ളത്, അത് മനസ്സിലാണ്. സാറെന്ന് വിളിച്ചതുകൊണ്ട് ബഹുമാനം കിട്ടുമെന്നോ സാറെന്ന് വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ ബഹുമാനം നൽകുന്നുവെന്നോ അർത്ഥമില്ല. നമ്മുടെ പ്രവൃത്തി, അതിലാണ് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഒക്കെ തെളിയിക്കേണ്ടത്. എങ്കിൽ കണ്ണേട്ടൻ പോയി കുളിച്ചിട്ട് വരൂ, ചെറു ചിരിയോടെ അവൾ പറഞ്ഞു. അത് പോയിന്റ്. അതേ ചിരിയോടെ അവനും പറഞ്ഞു.
ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അകത്തേക്ക് കയറിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും സരയു മുറിയെല്ലാം നന്നായി ഇട്ട് ബാൽക്കണിയിൽ മീനുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുറിയുടെ ജനാലകളൊക്കെ തുറന്ന് കർട്ടനൊക്കെ നീക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യാറുള്ളതല്ല താൻ. കാറ്റും വെളിച്ചവും ഒക്കെ അകത്തേക്ക് കടന്നപ്പോഴേക്കും മുറിക്കൊരു പ്രത്യേകത വന്നതുപോലെ അവന് തോന്നി. താഴേക്ക് പോയാലോ? അവൻ്റെ ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ഒന്ന് തലയാട്ടി കാണിച്ച് തിരിച്ച് അവനോടൊപ്പം താഴേക്ക് ചെന്നു. അപ്പോഴേക്കും പൂജാമുറിയിൽ അമ്മയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. രണ്ടുപേരും പൂജാമുറിയിലേക്ക് തന്നെയാണ് കയറിയത്. അമ്മ പ്രാർത്ഥനയിലാണ്. ശ്രീകോവിൽ പോലെ തോന്നിക്കുന്ന മനോഹരമായൊരു പൂജാമുറി. ചെന്ന് കണ്ണടച്ച് കൈകൾ കൂപ്പി അവരാ പ്രാർത്ഥനയിൽ ചേർന്നു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി അരുന്ധതി കണ്ടത് രണ്ടുപേരും പിറകിൽ നിൽക്കുന്നതാണ്. ആ കാഴ്ച അവരുടെ മനസ്സ് നിറച്ചു. ഇന്ന് നീ നേരത്തെ എഴുന്നേറ്റോ കണ്ണ? ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് വാത്സല്യപൂർവ്വം നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇയാൾ 5:30 എഴുന്നേറ്റു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്തിനാ മോളെ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? കുറച്ചു നേരം കൂടി കിടക്കായിരുന്നില്ലേ? അവളോട് വാത്സല്യത്തോട് ചോദിച്ചു. ശീലമായതുകൊണ്ടാണമ്മേ. അതുകൊണ്ടാ. പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അവിടെയാണെങ്കിൽ അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഇവിടെ വാങ്ക് വിളിക്കുന്നത് കേട്ടു. അവൾ പറയുന്നതൊക്കെ ചിരിയോടെ കേട്ടു. കുളി കഴിഞ്ഞ് ഈറൻ മുടി മുന്നിലേക്കിട്ട് നിൽക്കുകയാണവൾ. പെട്ടെന്ന് അവരത് ശ്രദ്ധിച്ചത്. നെറ്റിയിൽ സിന്ദൂരം തൊട്ടിട്ടില്ല. മോള് കല്യാണം കഴിച്ച കാര്യം മറന്നുല്ലേ? അവരങ്ങനെ ചോദിച്ചപ്പോൾ അതിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. വാ. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവർ പൂജാമുറിയിൽ നിന്നും സിന്ദൂരച്ചെപ്പെടുത്തു. അതൊരു പ്രത്യേക സിന്ദൂരമാണ്. മൂകാംബികയിലെ ദാമ്പത്യ ജീവിതം ദീർഘമായി ഉണ്ടാവാൻ വേണ്ടിയുള്ളതാണ്. ഭർത്താവ് തന്നെ ഇത് തൊട്ടുകൊടുത്താൽ സുമംഗലിയായി മാത്രമേ ഭാര്യ മരിക്കൂ എന്നാണ് വിശ്വാസം. കണ്ണ, ഇത് മോൾക്ക് തൊട്ടുകൊടുക്ക്. അരുന്ധതി പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവനും അറിയുമായിരുന്നില്ല. കൊടുക്കടാ. വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ അരികിലേക്ക് വന്നു. അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സീമന്ത രേഖയിലേക്ക് ചാർത്തി. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു പോയിരുന്നു. അരുന്ധതിയുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴേക്കും എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറായിരുന്നു. ലക്ഷ്മിയമ്മ അമ്മയും മക്കളും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. പുട്ടും കടലക്കറിയുമായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നതെന്ന് മിഥുൻ ഓർത്തിരുന്നു. ഭക്ഷണശേഷം അരുന്ധതിക്കൊപ്പം തന്നെയായിരുന്നു സരയു. മിഥുൻ ആ കാഴ്ച വലിയ സന്തോഷം നൽകിയിരുന്നു. ഇടയ്ക്ക് ഫോൺ കോളുകളും മറ്റും വിളിച്ച് പലരും ഇൻ്റർവ്യൂവും മറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു. അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞു. ഇതിനിടയ്ക്ക് മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴെല്ലാം ഒരു മടുപ്പുമില്ലാതെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും സരയു വരുന്നില്ലെന്ന് മനസ്സിലാക്കി അവൻ മുറിയുടെ വാതിൽക്കലെത്തി. മകൻ്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കി എന്നതുപോലെ ചെറുചിരിയോടെ അരുന്ധതി സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മോള് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ല്. അവൻ എന്തേലും പറയാൻ കാണും. ഒന്ന് തലയാട്ടി കാണിച്ചവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. എന്താടോ, എൻ്റെ അമ്മ ഭയങ്കര കത്തിയാണോ? തമാശയോടെയാണ് അവൻ ചോദിച്ചതെങ്കിലും അവൾക്ക് വേദനിച്ചിരുന്നു. അങ്ങനെ പറയല്ലേ സർ. അമ്മയ്ക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് സംസാരിച്ചു. അവൾ പറഞ്ഞു. ഡോ, ഒരു കാര്യം വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. മുഖത്ത് ഗൗരവം വരുത്തി അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ഓർത്തു. അതിനുശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സോറി കണ്ണേട്ടാ. അവൻ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഇനി പറയിപ്പിക്കല്ലേ, ചിരിയോടെ പറഞ്ഞു അവൻ. ഇല്ല എൻ്റെ സൂപ്പർ സ്റ്റാറേ, ഒരു താളത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞവൾ. ആഹാ, ആദ്യം കണ്ട പോലൊന്നുമല്ല, സ്മാർട്ടായി വരുന്നുണ്ട്. ചിരിയോടെ അവനും പറഞ്ഞു. വേഗം റെഡിയാകൂ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്കോ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അവിടേക്ക് പോകാൻ. തനിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അതിനു വേണ്ടി വേഗം റെഡിയാകുക. റെഡിയാവാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. മാറിയിടാൻ ഡ്രസ്സില്ലല്ലോ. ഞാൻ റെഡിയാ. ഞാനിപ്പോൾ റെഡിയായിട്ട് നിൽക്കല്ലേ. എനിക്കൊന്നും ചെയ്യാനില്ല. ടാൻ റിമൂവർ ഒന്നും ഇടുന്നില്ലേ? മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെന്താ? മനസ്സിലാകാതെയുള്ള അവളുടെ ചോദ്യം അവനെ അമ്പരപ്പെടുത്തി. അല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങല്ലേ, എന്തെങ്കിലും ക്രീംസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ? അതൊക്കെ നിങ്ങൾ നടന്മാർക്കല്ലേ വേണ്ടത്. നമ്മളൊക്കെ ടാൻ ആയാൽ എന്താ, ഇല്ലേലെന്താ? ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ. ഇനി അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് ചെയ്യാനൊട്ട് അറിയുകയില്ല. നിഷ്കളങ്കതയോടെ അവളത് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു പോയിരുന്നു. എങ്കിൽ വാ, ഞാൻ ചെയ്തുതരാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ പിടിച്ചിരുത്തി. ഒരു നിമിഷം അവളൊന്ന് അമ്പരന്നു.
അപ്പോഴേക്കും അവൻ മുഖത്ത് എന്തൊക്കെയോ ഇട്ട് തുടങ്ങി. നോക്ക് എങ്ങനെയുണ്ടെന്ന്. വലിയൊരു ജോലി തീർത്ത പോലെ അവൻ അവളോട് പറഞ്ഞു. അവള് കണ്ണാടിയിലേക്ക് നോക്കി. നിറമൊക്കെ വർദ്ധിച്ച പോലെ തോന്നി. അമ്പരപ്പോട് അവനെ നോക്കി അവനൊന്ന് ചിരിച്ചു. എണ്ണം പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് എനിക്കിതൊക്കെ ചെയ്തു തരുന്നത്. ചിരിയോടെ അവൾ പറഞ്ഞു. അപ്പോൾ സൂപ്പർ സ്റ്റാർ മിഥുൻ മേനോൻ ആദ്യമായി മേക്കപ്പ് ചെയ്തു തന്നത് എനിക്കാണെന്ന് എനിക്ക് പറയാലോ. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായല്ലോ. ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ അവനും ചിരിച്ചു. പക്ഷെ തനിക്ക് ആ നാച്ചുറൽ സൗന്ദര്യമാണ് കേട്ടോ നല്ലത്. അത് തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് താൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതൊരു വെച്ചുകെട്ടാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. തന്നെ അല്ലാതെ കാണാൻ നല്ല ഭംഗിയാണ്. ആത്മാർത്ഥതയോടെയാണ് അവനത് പറഞ്ഞതെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. പെട്ടെന്ന് അവനും റെഡിയായി വന്നു. അവനോടൊപ്പം കാറിലേക്ക് കയറുമ്പോൾ അവൾക്കൊരു പരിഭ്രമം തോന്നിയിരുന്നു. കാരണം ആ വണ്ടിയുടെ ഡോറ് തുറക്കാൻ പോലും അവൾക്ക് അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ അവൻ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുത്തത്. അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിരുന്നു. അവൻ്റെ ചുടുനിശ്വാസം മുഖത്തേക്ക് ഏറ്റ നിമിഷം മിഴികൾ തമ്മിൽ ഒന്ന് കൊരുത്തു. ഒരു കുഞ്ഞു പുഞ്ചിരി സമ്മാനിച്ചു അവൻ. ടെക്സ്റ്റൈൽസിന് പിന്നിലുള്ളൊരു കാർ പാർക്കിങ്ങിൽ അവൻ കാറ് പാർക്ക് ചെയ്തു. മനസ്സിലാകാതെ അവൾ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഷോപ്പിൽ എപ്പോഴും ആളുകളുണ്ടാവും. എന്നെ ആരെങ്കിലും കണ്ടാൽ പിന്നെ സെൽഫിയായി, വീഡിയോ ആയി, റീൽസായി, ക്രൗഡായി. നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നേരെ നമുക്ക് ക്യാബിനിലേക്ക് കയറാൻ പറ്റും. അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമ്മുടെ ഒരു ഗോഡൗൺ ഉണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. ഗോഡൗണിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ കയറുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, എനിക്കും ആൾക്കാരെയൊക്കെ അഭിമുഖീകരിക്കാൻ ഒരു മടിയുണ്ട്. തനിക്കെന്തിനാ മടി? എനിക്ക് കണ്ണേട്ടൻ്റെ കാര്യം ഓർത്തിട്ടാ മടി. എൻ്റെ എന്ത് കാര്യം? മനസ്സിലാവാതെ അവൻ ചോദിച്ചു. കണ്ണേട്ടനെ പോലെ ഇത്രയും വലിയൊരാൾ എന്നെപ്പോലൊരു ദാരിദ്ര്യം പിടിച്ചവളെ ആണല്ലോ വിവാഹം കഴിച്ചതെന്ന് എല്ലാവരും വിചാരിക്കില്ലേ? അപ്പോൾ ഞാൻ കാരണം കണ്ണേട്ടന് നാണക്കേടുണ്ടാവരുത്. കണ്ണേട്ടനൊപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും വരാൻ വലിയ നാണക്കേടാണ്. അവളുടെ തുറന്നു പറച്ചിൽ അവൻ്റെ മനസ്സിനെ ഒന്ന് നൊമ്പരപ്പെടുത്തുന്നത് അവൻ അറിഞ്ഞു. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. താൻ ദാരിദ്ര്യം പിടിച്ച ആളാണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ്. അത് 2-3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ. അവളുടെ തോളിൽ തട്ടി അവനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. ആദ്യമായാണ് ശരീരത്തിൽ ഒരു സ്പർശനം തങ്ങൾ മാത്രമുള്ളപ്പോൾ അവനിൽ നിന്നും ഉണ്ടാകുന്നത്. യാതൊരു ഭാവഭേദവുമില്ലാതെ ഇറങ്ങിപ്പോകുന്നതും കണ്ടിരുന്നു. ഒന്ന് ശ്വാസം നേരെ വലിച്ചിട്ട് അവളും അവനൊപ്പം ഇറങ്ങി. ക്യാബിനിലേക്ക് കയറിയപ്പോൾ തന്നെ അവനെ HR-നെ വിളിച്ചിരുന്നു. ഒരാൾ അവിടേക്ക് വന്ന് വളരെ വിനയത്തോട് അവനോട് സംസാരിക്കുന്നത് കണ്ടിരുന്നു. വൈഫിന് ആവശ്യമുള്ളത് വേണം. ഇവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ആയ സെയിൽസ് ഗേളിനെ വിളിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എടുപ്പിക്കും. വേണ്ട സർ, ഞാൻ തന്നെ വരാം. സാറും വരൂ. നേരിട്ട് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാമല്ലോ. വരൂ മാഡം. അയാളത് പറഞ്ഞപ്പോൾ അവൻ സരീവിൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ വന്നിരുന്നുവെങ്കിലെന്ന് അവളുടെ മുഖഭാവം വിളിച്ചോതുന്നത് അവന് തോന്നി. എങ്കിൽ അങ്ങനെയാവാല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു. അവനോടൊപ്പം നടക്കുമ്പോൾ അവൾ നോക്കിക്കാണുകയായിരുന്നു മിഥുൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ പറ്റി. ഇതുവരെ താൻ ഒരിക്കൽ പോലും ഇങ്ങനെയൊരു കടയിൽ കയറിയിട്ടില്ല. ഒരു മുറിയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം എത്രത്തോളം വലുതായിരുന്നു ആ കടയെന്ന്. നല്ല തിരക്കുണ്ട്. മറ്റൊരു വഴിയിൽ കൂടിയാണ് HR അവരെ കൊണ്ടുപോയത്. ഗോഡൗൺ തുറന്നപ്പോഴേക്കും അവൾ ഞെട്ടിപ്പോയിരുന്നു. ഒരു വലിയ തുണിക്കട തന്നെയായിരുന്നു ആ ഗോഡൗൺ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് മാഡം, അയാൾ അവളോട് പറഞ്ഞു. പാർട്ടി വെയർ, സൽവാർ, ഇഷ്ടമുള്ളത് നോക്കൂ. പ്രത്യേകം എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ മാഡം? അയാൾ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ വിമ്മിഷ്ടത്തോടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കണ്ട് മിഥുൻ പറഞ്ഞു, ജോജി പൊയ്ക്കോളൂ, ഞങ്ങൾ നോക്കിയെടുത്തോളാം, ഞാൻ വിളിച്ചോളാം. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അയാൾ പോയതിനു ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, വളരെ സ്വസ്ഥമായി തനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയെടുത്തു. അടുത്ത് കണ്ട ഒരു കസേരയിലേക്ക് ഇരുന്നവൻ മൊബൈലിൽ നോക്കി. എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു സരയു. ഇട്ട് നോക്കണമെങ്കിൽ ഇട്ട് നോക്കൂ കേട്ടോ, ചേഞ്ച് റൂമുണ്ട്. ഓരോ വസ്ത്രങ്ങൾ നോക്കുമ്പോഴും അതിൻ്റെ വില അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാം 2000-നൊക്കെ മുകളിലുള്ള വസ്ത്രങ്ങളാണ്. ഭയങ്കര വിലയാണിതൊക്കെ, മടിയോടെ പറഞ്ഞവൾ. അതൊന്നും നോക്കണ്ട, തനിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്തു. 2 കോട്ടൺ ചുരിദാറുകൾ മാത്രം എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവൾ. അവളുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ അവന് ചിരി വന്നിരുന്നു. അവസാനം അവൻ തന്നെ നേരിട്ട് എഴുന്നേറ്റു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ ടെക്സ്റ്റൈൽസിൽ പോവാം. അവിടെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. ലൈറ്റ് നിറമുള്ള കോട്ടൺ ചുരിദാറുകളാണ് സാധാരണ ഇടാറുള്ളത്.
അവൾ പറഞ്ഞു. തനിക്ക് ഫുൾ സ്കേർട്ടും ടോപ്പും നന്നായിട്ട് ചേരും. അന്ന് വീട്ടിൽ വന്നപ്പോൾ പട്ടുപാവാട ഇട്ടില്ലേ, അത് നന്നായി ചേരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മിഴിവേകിയൊരു ഓർമ്മ അവൻ്റെ മനസ്സിൽ നിന്നു. വേദനിക്കുന്ന ഓർമ്മകൾ അവളിലും. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ വായിക്കുന്നവരെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മുടെ ചാനലിലുള്ള ബാക്കി കഥകളും കൂടി വായിക്കണേ. ഇതേപോലെ തന്നെയുള്ളൊരു റൊമാൻറ്റിക് സ്റ്റോറി തന്നെയാണ് കേട്ടോ പ്രേമലേഖനം. അതിന് പൊതുവെ വ്യൂവേഴ്സ് അല്പം കുറവാണ്. ആ കഥയെ വായിച്ചു നോക്കണം കേട്ടോ.